ശ്രീ മനോജ് ഖാന ചലച്ചിത്ര അക്കാദമി അംഗമാണല്ലോ. ശ്രീ മനോജ് ഖാന, ഇപ്പോൾ രഞ്ജിത്തിന് സ്വയം രാജിവെച്ച് പോകാനുള്ള ഒരു സമയവും അവസരവും ഒരുക്കുകയാണ് പാർട്ടിയും സർക്കാരും. അപ്പോൾ ഒരു മാന്യമായ എക്സിറ്റിനുള്ള സാഹചര്യം ഒരുക്കുന്നു. പുറത്തു വരുന്ന ആരോപണം വളരെ മോശമാണെങ്കിലും അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ നല്ല രൂപത്തിലുള്ള ഒരു വഴി ഒരുക്കുകയാണ് പാർട്ടി. ശ്രീ മനോജ് ഖാന, താങ്കൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്നും പറയുന്നത് കേൾക്കാനില്ല. ശരിയാണ്, ഇപ്പൊ കേൾക്കാലോ അല്ലേ? ഓ, കേൾക്കാം. ഇങ്ങനെ ഒരു ആരോപണം വളരെ വ്യക്തമായി അതിന്റെ വർഷം, സിനിമയുടെ പേര്, ഡയറക്ടർ എന്നിവയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് വളരെ വ്യക്തമായി ആ ആക്ട്രസ് പറഞ്ഞ അതേ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ രഞ്ജിത്ത് അതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടതായിരുന്നു. ഇനിയും വൈകി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ അന്വേഷണത്തെ നേരിടുകയാണ് ഏറ്റവും നല്ല കാര്യം. അല്ലെ, അദ്ദേഹം സ്വന്തം നിലയ്ക്ക് രാജിവെക്കുകയാണോ വേണ്ടത് ശ്രീ മനോജ് ഖാന? ഇപ്പോൾ ഇവിടെ ഹേമ കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്ന ഒരു വലിയ, രാജ്യത്ത് തന്നെ വലിയൊരു തീരുമാനത്തിലേക്ക് വന്ന ഇടത് സർക്കാർ രാജി ആവശ്യപ്പെടുകയല്ലേ വേണ്ടത്? രാജിവെച്ച് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയല്ലേ വേണ്ടത്? അദ്ദേഹം സ്വന്തം നിലയ്ക്ക് രാജിവെക്കുകയാണോ വേണ്ടത്? അല്ല, ഗവൺമെന്റിന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ആ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ട് അത് ഗവൺമെന്റിലെത്തി അതിനോട് വളരെ അനുകൂലമായ, വളരെ ഗൗരവത്തിലുള്ള സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. ആ അർത്ഥത്തിൽ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും വേണ്ടുന്ന നടപടികൾ എടുക്കാനും തയ്യാറാണെന്നും വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണുന്നു എന്നും ഗവൺമെന്റ് പറഞ്ഞതാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിഷയം അക്കാദമി ചെയർമാന്റെ പേരിൽ തന്നെ വരുന്നത്. അപ്പൊ ഗവൺമെന്റിന് അതിന്റെ നടപടികൾ എടുക്കാനൊക്കെ അതിൻ്റെതായ ചില പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവാം. പക്ഷേ ഈ ചെയർമാനെ രഞ്ജിത്ത് സാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം വെച്ചുകൊണ്ട് തൽക്കാലം ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയും ഞാൻ ഈ അന്വേഷണത്തെ ധീരമായി നേരിടും എന്ന് പറയുകയുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ എവിടെയുണ്ട് ശ്രീ മനോജ് ഖാന? അല്ല, എനിക്കറിയില്ല. ഞാൻ ഈ മീഡിയയിൽ കൂടെ കാണുന്ന വിശേഷങ്ങൾ മാത്രമേ ഞാൻ അറിയൂ. വയനാട്ടിലുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു. എന്താണ് അതിന്റെ കാര്യം? ഞാൻ വയനാട്ടിലല്ല, ഞാനിപ്പോ കണ്ണൂരാണുള്ളത്. എനിക്ക് വ്യക്തമായി അറിയില്ല. വയനാട്ടിൽ അദ്ദേഹത്തിന്റെ റിസോർട്ടിന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ടായി. ഔദ്യോഗിക വാഹനത്തിന്റെ ബോർഡുകൾ എടുത്തു മാറ്റി. ഇതൊക്കെ ഉണ്ടായതാണ്. പക്ഷെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. അതെ, ഇതിന്റെ ഒരു സംഗതി, ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് പലരും, ചില പ്രതിപക്ഷ സംഘടനകൾ ശ്രമിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് അതൊരു WCC ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോ അതിനോട് വളരെ അനുഭാവപൂർവ്വം സമീപിക്കുകയും ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഈ റിപ്പോർട്ട് തയ്യാറാക്കി വാങ്ങുകയും ഒക്കെ ചെയ്തൊരു നിലപാട്. അതിനുശേഷം എന്താ ചെയ്തത്? റിപ്പോർട്ട് തയ്യാറാക്കി വാങ്ങി പിന്നെ എന്താ ചെയ്തത്? അല്ല, ഈ ഗവൺമെന്റിനെ ഇങ്ങനെ വിമർശിക്കുന്നവരെ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, ചലച്ചിത്ര അക്കാദമി ആയിക്കോട്ടെ, IFFK ആയിക്കോട്ടെ, IDFFK ആയിക്കോട്ടെ, ഇതെല്ലാം ആരംഭിക്കുന്നത് ഓരോ കാലത്തെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഭരിക്കുന്ന കാലത്താണ്. തുടങ്ങി വെച്ചിട്ട് കാര്യമില്ലല്ലോ ശ്രീ മനോജ് ഖാന. പിന്നെ അങ്ങോട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. റിപ്പോർട്ട് വാങ്ങി ഭരണത്ത് വെച്ചിട്ട് 4 വർഷം സൂക്ഷിച്ചിട്ട് ഇപ്പോൾ അതിന്മേൽ പറഞ്ഞ കാര്യങ്ങൾ, അതിനു മുമ്പ് തന്നെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ആ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്, ആ ചർച്ച നടത്താൻ നേതൃത്വം വഹിക്കുന്നത് ഈ രഞ്ജിത്താണ് എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം ആരോപണ വിധേയനാവുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും പുതിയ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്, രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ പരാതിക്കാരിയെ സർക്കാർ ബന്ധപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. പോലീസ് പരാതിക്കാരിയുമായി ആശയവിനിമയം നടത്തും. നടിയുടെ പരാതി ഉണ്ടോ എന്ന് ആരായും എന്നുള്ളതാണ്. പരാതിയുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് പരസ്യമായി രഞ്ജിത്ത് മാപ്പ് പറയണം എന്നുള്ളതാണ്. ഞാൻ അടുത്ത അതിഥിയിലേക്ക് കടക്കുകയാണ്. ഈ വിഷയം ഒരു പൊതു താല്പര്യമായി എടുത്ത് കേസെടുക്കാവുന്നതാണെന്നാണ് എന്റെ പൊതു താല്പര്യമാണെന്ന് എന്താണ് മന്ത്രിക്ക് മനസ്സിലാവാതിരുന്നത്? മന്ത്രി പറഞ്ഞ രേഖാമൂലം പരാതി വേണമെന്നാണല്ലോ. ഇപ്പോഴെങ്ങനെയാണ് അങ്ങോട്ട് ബന്ധപ്പെടാൻ തീരുമാനിച്ചത്? ഇതൊക്കെ തന്നെയാണ് ഇവിടെ വരുന്ന സമ്മർദ്ദം, ബാക്കി പ്രതികരണങ്ങൾ, അതിൻ്റെയൊക്കെ ശക്തി അതാണ് ശ്രീ മനോജ് ഖാന. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.